ബാല്യത്തിൻ്റെ രുചി. തുലാവർഷ രാത്രികളിൽ ഓലക്കീറിനുള്ളിലൂടെ അകത്തേക്ക് രച്ചു വീഴുന്ന മഴച്ചീളുകൾ അമ്മയുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു. നിരത്തിവെച്ച അലുമിനിയ പാത്രങ്ങളിൽ മഴത്തുള്ളികൾ തീർക്കുന്ന സംഗീതം ആസ്വദിച്ചായിരുന്നു ആ രാത്രികളിൽ ഞങ്ങളുടെ ഉറക്കം. മുനിഞ്ഞു കത്തുന്ന കുപ്പിവിളക്കിന് മുന്നിലിരുന്ന് നട്ടപ്പാതിരയ്ക്ക് വിറകടുപ്പിലേക്ക് തീയുന്തുമ്പോൾ പലപ്പോഴും അമ്മയും ഉറക്കം തൂങ്ങുമായിരുന്നു. മുന്നിൽ അടുക്കായി വെച്ച പാത്രത്തിൽ നിന്നും കുപ്പിയിലേക്ക് ഇറ്റുവീഴുന്ന ചാരായത്തുള്ളികൾക്ക് അമ്മയുടെ കണ്ണീരിൻ്റെ നിറമായിരുന്നു, നനവായിരുന്നു. വെളുപ്പാൻ കാലത്ത് കയറി വരുന്ന കാക്കിയിട്ടവർ പാത്രങ്ങൾ ചവിട്ടിയുടയ്ക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന് കരയുന്ന എനിക്ക് അവർ മിഠായി വാങ്ങാൻ പൈസ തന്നിരുന്നു. അമ്മ തെറ്റുകാരിയാണെങ്കിലും ഞങ്ങളുടെ പൊട്ടിയ വയറിലെ വാരിയെലികൾ തെളിഞ്ഞു കണ്ടിട്ടാവണം ഇനി ആവർത്തിക്കരുത് എന്ന് താക്കീത് നൽകി പലപ്പോഴും അവർ ഇരുട്ടിലേക്ക് മറഞ്ഞുപോയത്. നിലത്ത് വിരിച്ച കൈതോലപ്പായയുടെ അടിയിൽ നിന്നും ഭക്ഷണം തിരഞ്ഞു വരുന്ന ചിതലുകൾ നിർദാക്ഷിണ്യം എൻ്റെ മൂട് കീറിയ നിക്കറും ഭക്ഷിച്ചിരുന്നു. പഴങ്കഞ്ഞിയല്ലാത്തൊരു പലഹാരം രാവിലത്തെ കട്ടൻ ചായയോടൊപ്പം വെറുമൊരു പ്രതീക്ഷ മാത്രമായിരുന്നു. വർഷത്തിലെപ്പോഴോ കുട്ടനാട്ടിൽ നിന്ന് താറാവ് മേയ്ക്കാൻ വരുന്ന നാണുമാവൻ ചോദിച്ച വരങ്ങൾ തരുന്ന ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമായിരുന്നു. ആദ്യമായി അമ്മാവൻ വാങ്ങിത്തന്ന കാളവണ്ടി കളിപ്പാട്ടം കൂട്ടുകാരുടെ ഇടയിൽ പലപ്പോഴും അതെൻ്റെ മാനം കാത്തിരുന്നു. ആഗ്രഹം കൊണ്ട് കടം വാങ്ങി ഉടുത്തുപോയ പാൻറിൻ്റെ ഉടമസ്ഥനെ സഹപാഠികൾ തിരിച്ചറിഞ്ഞപ്പോൾ തുണിയുടുക്കാത്തവനെപ്പോലെ ഞാൻ നിന്നുരുകിയിരുന്നു. ഓരോ വർഷവും ഓണവും വിഷുവും വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണെങ്കിൽ അമ്മയുടെ മുഖത്ത് മാത്രം എന്നും വേവലാതി മാത്രമായിരുന്നു. കറുത്ത പൊട്ടുകളുള്ള റേഷനരിയുടെ ചോറിനും അമ്മയുടെ മോരുകറിക്കുമുള്ള രുചി പിന്നീട് ഇതുവരെ ഒരു ഭക്ഷണത്തിനും എനിക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല. അതെ, വിശപ്പാണ് രുചി, വിശപ്പ് തന്നെയാണ് രുചി. രചന NPS താമരശ്ശേരി. വായന രമാദേവി.